ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര പഠനം ഭാഗം 29. അമേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 425 മുതൽ 428 വരെയുള്ള നാമങ്ങളാണ് ഇനി പറയുന്നത്. തത്വമയി, ഈ നാമത്തെ 3 തിരിക്കുന്നു. തത്, ത്വം, അയി. തത് എന്നാൽ അത്, ത്വം നീ, അയി അല്ലയോ അമ്മേ, അത് നീയാകുന്നു. ഈ അത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മം, ഏറ്റവും മഹത്തായ ജ്ഞാനം, പ്രപഞ്ചത്തിൻ്റെ അധികാര കേന്ദ്രമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപിണി, ആ പരാശക്തി, ആ പ്രപഞ്ചമാതാവ് അമ്മ തന്നെയാകുന്നു. തത് ത്വം അയി, തത്വമയി അല്ലെങ്കിൽ ശ്രീവിദ്യാതത്വം സ്വരൂപമാക്കിയവൾ. ശ്രീവിദ്യാതത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്തോത്രമാണ് ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം. ആ തത്വത്തെ ആധാരമാക്കിയിട്ടുള്ള, ആ തത്വം സ്വരൂപമാക്കിയ ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലും ദേവിയെ തത്വമയി എന്ന് വിളിക്കുന്നു. ഇനി നാമം 429. പഞ്ചകോശാന്തരസ്ഥിത, പഞ്ചകോശങ്ങളുടെയും അന്തരത്തിൽ, അകത്തായി സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ എന്താണ് പഞ്ചകോശങ്ങൾ? ഇപ്പോൾ യോഗയിലായാലും ആയുർവേദത്തിലായാലും തന്ത്രവിധിയിലായാലും മനുഷ്യ ശരീരത്തെ 5 കോശങ്ങളായി, അല്ലെങ്കിൽ മനുഷ്യ ശരീരം 5 ഉറകളായി, 5 തലങ്ങളായി ഇതിനെ തിരിക്കുന്നു. എന്തൊക്കെയാണ്? അന്നമയ കോശം, പ്രാണമയ കോശം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇവയാണ് 5 കോശങ്ങൾ. തൈത്തരീയ ഉപനിഷത്തിൽ ഇങ്ങനെ കാണാം: അന്നം പ്രാണ മന ബുദ്ധി ആനന്ദ ഇതി പഞ്ചതേ കോശതൈ ആവൃത സ്വാത്മ വിസ്മൃതീയ സംസരീം വജേത്. ഇതാണ് 5 കോശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അന്നം, പ്രാണ, മന, ബുദ്ധി, ആനന്ദ കോശങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ അന്നമയ കോശം എന്താണ്? ഭക്ഷണത്താൽ നിലനിർത്തപ്പെടുകയും പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഭൗതിക ശരീരം, ഈ സ്ഥൂല ശരീരത്തെയാണ് അന്നമയ കോശമായിട്ട് കാണുന്നത്. അന്നം അല്ലെങ്കിൽ ദ്രവ്യത്താൽ രൂപപ്പെട്ടതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന ചിന്തയിൽ നിന്നാണ് അന്നമയ കോശം ഉണ്ടാകുന്നത്. 2, പ്രാണമയ കോശം. 5 തരത്തിലുള്ള വായുകളാണ് പ്രാണമയ കോശത്തിൽ ഉൾപ്പെടുന്നത്. ഈ പ്രാണൻ എന്നുള്ളത് കൊണ്ട് ഊർജം അല്ലെങ്കിൽ ജീവശക്തി എന്നുള്ളതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഇതിൽ 5 തരത്തിലുള്ള വായുവാണ് ഉൾപ്പെടുന്നത്. ആദ്യത്തേത് പ്രാണൻ, നാഡികളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണവായു. 2, അപാനവായു, കുടലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന, മലമൂത്ര വിസർജനത്തിനും ആർത്തവത്തിനൊക്കെ കാരണമാകുന്ന ആ അപാനവായു. 3, സമാനവായു, ദഹനത്തിൻ്റെ കേന്ദ്രമാണ്. മെറ്റബോളിസം ഉണ്ടാവാനായിട്ട് സമാനവായു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. 4, ഉദാനൻ, ശ്വസനം, സംസാരം, തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഉദാനവായുവിലാണ്. 5, വ്യാനവായു, രക്തചക്രമണം, നാഡീവ്യൂഹത്തിൻ്റെ നല്ല പ്രവർത്തനം, ഹൃദയവ്യവസ്ഥ, ഇതിനൊക്കെ അടിസ്ഥാനം വ്യാനവായുവാണ്. ഇനി അന്നമയ കോശം കഴിഞ്ഞു. പ്രാണമയ കോശത്തിന് ശേഷം 3ാമതാണ് മനോമയ കോശം, നമ്മുടെ മനസ്സ്. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനങ്ങളൊക്കെ ഈ മനോമയ കോശത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 4, വിജ്ഞാനമയ കോശം, നമ്മുടെ അവബോധം, വിവേചന ബുദ്ധി, ഇച്ഛാശക്തി, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ വിജ്ഞാനമയ കോശമാണ്. 5ാമതായി ആനന്ദമയ കോശം, ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കോശമാണ് ആനന്ദമയ കോശം. ഒരു ആത്മീയ തലത്തിൽ നിന്ന് കാണാവുന്ന ഒരു കോശമാണിത്. ഏറ്റവും ശുദ്ധവും പൂർണ്ണവുമായ രൂപത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത് ഈ കോശത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഇതിലൊരു ഏകത്വമുണ്ട്. ഞാനും ആത്മനും പരമാത്മാവും
സെൽഫ് ആൻഡ് ബ്രഹ്മൻ ഇത് രണ്ടല്ല ഒന്നാണ് എന്ന ഒരു ഏകത്വം നിലനിൽക്കുന്ന ഒരു ആത്മീയ തലമാണ് ആനന്ദമയ കോശം. ഒരു സന്തുലിതാവസ്ഥയാണിത് കാണിക്കുന്നത്. നമ്മളെ അലട്ടുന്ന എല്ലാം തന്നെ മായയാണ് എന്നും നമ്മൾ അടിസ്ഥാനപരമായി ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് എന്നും അവിടെ നിലനിൽക്കുന്ന ഒരു സമാധാനപരമായ അവസ്ഥയിലാണ്, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്നും തിരിച്ചറിവിൽ നിന്നാണ് ഈ ആനന്ദമയ കോശത്തിലേക്കുള്ള ഒരു എത്തിപ്പെടലുണ്ടാവുക. ഈ 5 കോശങ്ങൾ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഈ 5 കോശങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലളിതാ ത്രിപുരസുന്ദരി, ശ്രീവിദ്യാതന്ത്രപ്രകാരം ശ്രീ ത്രിപുരസുന്ദരിയാണ് പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരകേന്ദ്രം. ആ പ്രപഞ്ചത്തിൻ്റെ ആധാരകേന്ദ്രമായ ദേവി നമ്മുടെ ശരീരത്തിലെ 5 കോശങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. നാമം 430 നിസ്സീമ മഹിമ. നിസ്സീമ എന്നാൽ സീമകളില്ലാത്ത, അതിരില്ലാത്ത മഹിമയ്ക്ക് ഉടമയായവൾ. ദേവിയെ നിലനിൽക്കുന്ന ഭാഷാവ്യവസ്ഥ വെച്ച് വർണ്ണിക്കുക സാധ്യമല്ല. ദേവിയുടെ മഹിമ വാഴ്ത്തുക, ദേവിയുടെ സ്വരൂപമായാലും സ്വഭാവമായാലും ദേവി അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും അതിനെയൊക്കെ വർണ്ണിക്കുക മനുഷ്യനാൽ പ്രാപ്യമായിട്ടുള്ള കാര്യമല്ല. അതിനാൽ തന്നെ അതിരില്ലാത്ത മഹിമയ്ക്ക് ഉടമയായവൾ ദേവി ലളിതാംബിക. നാമം 431 മുതൽ 433 വരെയുള്ള നാമങ്ങളൊന്ന് നോക്കാം. മതശാലിനി. നാമം 431 മതശാലിനി. നാമം 432 മതഘൂർണിത രക്താക്ഷി. നാമം 433 മതപാടല ഗണ്ഡഭൂ. നാമം 431 മതശാലിനി. ഈ മതം എന്നുള്ളത് കൊണ്ട് ആനന്ദം എന്നൊരർത്ഥമുണ്ട്. വാരുണി മതവിഹ്വലയാണ് എന്നൊരിക്കൽ പറയേണ്ടായി. വാരുണി എന്നാൽ ഈന്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു വീഞ്ഞാണ്. ആ വീഞ്ഞ് കുടിച്ച് മത്തുപിടിച്ച് ആനന്ദലഹരിയിൽ ലയിച്ചിരിക്കുന്ന ദേവിയാണ് എന്നൊരിക്കൽ പറയേണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ മതശാലിനി ആ വിധത്തിൽ മത്തുപിടിച്ച് ആനന്ദലഹരിയിൽ മുഴുകിയിരിക്കുന്ന ദേവി, ആ ആനന്ദത്താൽ ശോഭിക്കുന്ന ദേവി ലളിതാ ത്രിപുരസുന്ദരി. ഇത് വളരെ തീർത്തും പെരിഫറലായ ഒരു ഉപരിപ്ലവമായ ഒരു അർത്ഥം മാത്രമാണ്. ദേവി ബ്രഹ്മാനന്ദമാകുന്ന ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്. ആ ബ്രഹ്മാനന്ദത്താൽ പരിശോഭിതയായ ദേവി ലളിതാംബിക എന്ന് പറയാം. നാമം 432 മതഘൂർണിത രക്താക്ഷി. ആ മതത്താൽ ആനന്ദലഹരിയിൽ മുഴുകി പാതിയടഞ്ഞ കണ്ണുകളോടുകൂടിയവൾ, അല്ലെങ്കിൽ മതലഹരിയിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ചുവന്ന കണ്ണുകളോടുകൂടിയ ദേവി ലളിതാംബിക. ഇത് കേവലമൊരു വീഞ്ഞ് കുടിച്ച് മത്തായ ലഹരിയാക്കി കണ്ട് അതിനെ കുറച്ച് കാണരുത്. ബ്രഹ്മാനന്ദമാകുന്ന ലഹരിയിൽ മുഴുകി ആ കണ്ണുകൾ ചുവന്ന് തുടുത്ത് ഇളകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. നാമം 433 മതപാടല ഗണ്ഡഭൂ. മതലഹരിയിൽ മതിമറന്ന് ചുവന്ന കവിൾ തടങ്ങളോട് കൂടിയവൾ. നന്നായി ഫിറ്റായിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കണ്ണും കവിളൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കും. ഇവിടെ ദേവി വീഞ്ഞാകുന്ന ലഹരി ആസ്വദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദമാകുന്ന ലഹരി ആസ്വദിച്ച് അങ്ങനെ മത്തുപിടിച്ച ദേവിയുടെ കവിൾത്തടങ്ങൾ ഖണ്ഡഭൂ ചുവന്ന് തുടുത്ത് ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. നാമം 434 ചന്ദന ദ്രവ ദിഗ്ധാംഗി. ചന്ദനലേപം പുരട്ടിയ ദേഹത്തോടു കൂടിയവൾ. ചന്ദനലേപം നമ്മുടെ പാട്ടുകളിലൊക്കെ വളരെ പ്രസിദ്ധമാണല്ലേ. ആയുർവേദത്തിലായാലും ശരീരത്തിന് തണുപ്പ് പകരാനും സുഗന്ധം പകരാനുമായിട്ട് ചന്ദനലേപം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദേവിയുടെ ശരീരം കുളിർമയുള്ളതാക്കാനും ദേവിയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പ്രവഹിക്കാനുമായിട്ട് എന്ത് തേച്ചിരിക്കുകയാണ് ദേവി? ചന്ദനലേപം പുരട്ടിയിരിക്കുകയാണ്. നാമം 435
ചാമ്പയേയ കുസുമപ്രിയ, ചമ്പകപ്പൂക്കൾ പ്രിയമായിട്ടുള്ളവൾ. ദേവിക്ക് കാദംബരി പുഷ്പം വളരെ പ്രിയമാണ്, ചമ്പകപ്പൂക്കളും പ്രിയമാണ്. രണ്ടും വളരെയധികം സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. നാമം 436 കുശല, കൗശല്യമുള്ള, സമർത്ഥയായ, ബുദ്ധിസാമർഥ്യവും കാര്യവൈഭവവും കാര്യപ്രാപ്തിയുമുള്ള ദേവി ലളിതാംബിക. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ രാജ്ഞിയാണ്. ഒരു യുദ്ധം തന്നെ സന്നിവേശിപ്പിച്ചവളാണ്. തീർച്ചയായിട്ടും കുശലയായിരിക്കും. വളരെ സാമർഥ്യ ബുദ്ധിയുള്ള ദേവി ലളിതാംബിക. നാമം 437 കോമളാകാര, കോമളമായ സുന്ദരമായ ആകാരത്തോടു കൂടിയവൾ. ആർക്കും ഓമനത്വം തോന്നുന്ന ദേവി ലളിതാംബിക. 438 കുരുകുല്ല, കുരുകുല്ല കാളി. കുരുകുല്ല ദേവിയെ പറ്റി പറയാനാണെങ്കിൽ, ദേവി കൗളമാർഗത്തിൻ്റെ ഉൽപ്പത്തി തന്നെ ദേവിയിൽ നിന്നാണ് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. 15 നിത്യകാളിമാരിൽ ഒരാളാണ് കുരുകുല്ല. 15 നിത്യദേവിമാരാരൊക്കെയാണ് എന്ന് നമ്മൾ പറയേണ്ടായി. അതായത് ചന്ദ്രൻ്റെ 16 കലകൾ, ആ 16 കലകൾക്കും അധിപതിമാരായി ഓരോ ദേവിമാരുണ്ട്. അവരെല്ലാം തന്നെ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ ഓരോ ഭാവങ്ങളാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ നിത്യദേവിയാണ് ശ്രീ മഹാത്രിപുര സുന്ദരി. പിന്നീട് കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന, ഭേരുണ്ട, വഹ്നിവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നിലാപതിക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിദ്രൂപ എന്നിങ്ങനെ 16 നിത്യദേവിമാരുണ്ട് എന്ന് പറയണ്ടായി. ഇനി ഇതുപോലെ തന്നെ കാളി ദേവിയുടെ വിവിധ ഭാവങ്ങളായ 15 നിത്യകാളികൾ അല്ലെങ്കിൽ കാളി നിത്യകൾ ആരൊക്കെയാണ്? ആദ്യത്തേത് കാളി, കപാലിനി, കുള്ള, കുരുകുല്ല, വിരോധിനി, വിപ്രസിദ്ധ, ഉഗ്ര, ഉഗ്രപ്രഭ, ദീപനിത്യ, നിള, ഖായിനി, ബാലക, മാത്ര, മുദ്ര, മിത. ഇവരാണ് 15 നിത്യകാളിമാർ. ഇവർ കുറച്ചുകൂടെ ഉഗ്രമൂർത്തികളാണ്. ഇപ്പോൾ ദംഷ്ട്രയൊക്കെ പുറത്തിടുന്ന, തലയൊട്ടി കൊണ്ടുള്ള മാലകൾ ധരിക്കുന്ന ഉഗ്രരൂപികളായിട്ടുള്ള 15 കാളിമാർ. ഇവരിൽ ഒരാളാണ് കുരുകുല്ല. ശ്രീവിദ്യായന്ത്രത്തിൽ കുടിയിരിക്കുന്ന ദേവിയാണ് കുരുകുല്ല എന്നും പറയുന്നു. അപ്പോൾ ദേവിയെ കുരുകുല്ല എന്ന് വിളിക്കുന്നു.